അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് മനോഹരമായ ഒരു കവാടം വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, നിങ്ങൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും, നിങ്ങൾ എത്ര ഖുർആൻ ഓതിയാലും, നിങ്ങൾ എത്ര സ്വതക്ക ചെയ്താലും, നിങ്ങൾ എത്ര ത്യാഗം ചെയ്താലും, ആ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കാനുള്ള യോഗ്യത നേടിയാലല്ലാതെ ആ സ്വർഗ്ഗത്തിന്റെ സുഖം നുകരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് കരസ്ഥമാകണമെങ്കിൽ ആ സ്വർഗത്തിന്റെ കവാടം നിങ്ങളുടെ കൈവെള്ളയിൽ, നിങ്ങളുടെ കൈക്കുമ്പിളിൽ സുരക്ഷിതമായിരിക്കണം എന്നതാണ്. എന്താണ് സ്വർഗത്തിന്റെ കവാടം? ഇസ്ലാമിക ചരിത്രത്തിൽ ആരുമെത്താത്ത തസവൂഫിന്റെ നവോമണ്ഡലങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു മഹാനായ വലിയുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു മാറി നിന്നുകൊണ്ട് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, പുണ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം നേടാൻ വേണ്ടി കടന്നുപോയ ഈമാൻ തുളുമ്പുന്ന ഒരു പ്രിയപ്പെട്ട സൂഫിയായ, യോഗ്യനായ, ആബിദായ, ആലിമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആരും ഇന്ന് വരെ കടന്നു ചെന്നിട്ടില്ലാത്ത വിധം അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് എത്തുക എന്നതായിരുന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ട മനുഷ്യൻ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ കുറേശ്ശെ ഒഴിവാക്കി അവരെല്ലാം എന്റെ ഇബാദത്തിന് തടസ്സമാണ്, എന്റെ സർവ്വ ബന്ധങ്ങളും ഞാൻ ഒഴിവാക്കുന്നു, അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും നേടി അവന്റെ ലിഖാഇന് വേണ്ടി എന്ന് തീരുമാനിച്ച് ആ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. മനുഷ്യരിൽ നിന്ന് അകന്ന് മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ടെന്റ് കെട്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇബാദത്ത് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ, 9.5 മാസത്തോളം തന്റെ വയറ്റിൽ ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനെ വിളിക്കുമ്പോ ആ മകൻ നമസ്കാരത്തിലായിരുന്നു, ആ മകൻ ഇബാദത്തിലായിരുന്നു. സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുമകനെ സ്വന്തം ഒരാവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുമ്പോ ആ മകൻ ഉമ്മാക്ക് മറുപടി കൊടുക്കുന്നില്ല. ആ മകന്റെ മനസ്സിന്റെ അകത്ത് ആശങ്കകളായി, ഉമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന പടച്ചതമ്പുരാന് ഞാനിപ്പോ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ നമസ്കാരത്തെ മുറിച്ചിട്ട് എന്റെ ഉമ്മാക്ക് മറുപടി കൊടുക്കണമോ, അതല്ല ഈ സുന്നത്ത് നിസ്കാരം പൂർത്തീകരിക്കണമോ? മനസ്സിൽ ആശങ്കയുണ്ട്. കുലുക്കി നോക്കിയിട്ട് അവസാനം തീരുമാനമെടുത്തത് ഇബാദത്ത് പൂർത്തീകരിക്കുക, അതിനുശേഷം ഉമ്മാക്ക് മറുപടി കൊടുക്കുക. പക്ഷേ ആദ്യമായിട്ട് ഉമ്മ വന്നു മകനെ വിളിച്ചപ്പോൾ മകൻ മറുപടി കൊടുക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് ഒരു വേദനയുണ്ടായി, ഒരു നീറ്റലുണ്ടായി, ഒരു സങ്കടമുണ്ടായി. ആ പ്രിയപ്പെട്ട ഉമ്മ വേദനയോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. ഈ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ ഉന്നതമായ പദവിയിലേക്ക്, സ്ഥാനത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിക്കുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് ടെന്റ് കെട്ടിയിട്ട് ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെളുത്തു തുടുത്ത് അതീവ സുന്ദരിയായ ഒരു പെണ്ണ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സോലിഹായ മനുഷ്യന്റെ സുന്ദര പൂമുഖം കണ്ടപ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് പരിസരം മുഴുവനും വീക്ഷിക്കുകയാണ്. ഇല്ല, ഒരാൾ പോലും കാണാനില്ല, ഒരാൾ പോലും പരിശോധിക്കാനില്ല, ഒരാൾ പോലും കുറ്റപ്പെടുത്താനില്ല, ഒരാൾ പോലും പരിഹസിക്കാനില്ല. ഈ പ്രിയപ്പെട്ട സുന്ദരനായ യുവാവിനെ എന്റെ ആവശ്യം നിർവഹണത്തിന് വേണ്ടി, എന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചാൽ ആരും ഇവിടെ അറിയുകയില്ല. എന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് ക്ഷണിച്ചാൽ ഏതു യുവാവും വലയിൽ വീടുമെന്നുറപ്പിച്ച് ഈ പ്രിയപ്പെട്ട സുന്ദരിയായ പെണ്ണ് വന്യവയോധികനായ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. താൻ ഈ വനാന്തരത്ത് കഴിയുമ്പോ കടന്നു വരുന്ന വന്യജീവികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്ന മൂർച്ചയേറിയ വാള് പുറത്തേക്ക് എടുത്തിട്ട് ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിന്നെ പോലുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വാള് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്റെ ഈ കണ്ടുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കാണില്ല, എന്റെ ഈ കാതുകൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ കേൾക്കില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലേക്ക് പോകുന്ന എന്നെ വലയിൽ വീഴ്ത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ ആ നശിച്ച പെണ്ണിനെ ആ ടെന്റിൽ നിന്ന് ആട്ടിയോടിക്കുകയുണ്ടായി. പെണ്ണല്ലേ,
പെണ്ണിന്റെ മനസ്സിൽ പക വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വെറുപ്പ് വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ വിദ്വേഷം വന്നാൽ, പെണ്ണിന്റെ മനസ്സിൽ അകത്ത് വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടാൽ ആ പ്രിയപ്പെട്ട സോലിഹായ മനുഷ്യനെ ആ പെണ്ണ് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ പ്രിയപ്പെട്ട പെണ്ണ് ഗർഭം ധരിക്കുകയാണ്. പ്രസവിക്കുമ്പോ ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെയും കയ്യിലെടുത്തു വെച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ആ പ്രിയപ്പെട്ട പെണ്ണ് ഇറങ്ങി വരുമ്പോ അന്ന് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ ഏറ്റവും വലിയായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നെത്തി കഴിഞ്ഞു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പദവിയിലേക്ക്, പവറിലേക്ക് ആ മനുഷ്യനെത്തി. മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, തന്റെ കയ്യിലിരിക്കുന്ന ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ ജനങ്ങളുടെ മുമ്പ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങൾ വലിയെന്ന് പറയുന്ന കള്ള ശൈഖാണ്, ഈ കുഞ്ഞിന്റെ വാപ്പ അയാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കള്ളന്റെ, ആ കപടന്റെ മുമ്പിലേക്ക് ഇനി നിങ്ങൾ കടന്നു പോകരുത് എന്ന് പറഞ്ഞ് ആ പെണ്ണ് നാട് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാ ജനങ്ങളും പിന്തിരിയുകയാണ്. ജനങ്ങൾ അങ്ങനെയാണ്. ചെറിയ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ജനങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. എല്ലാവരും പിന്തിരിഞ്ഞു. കല്ലും കവണയും അടിയും ഇടിയുമായി ആ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഈ സോലിഹായ ആരിഫായ മനുഷ്യന്റെ ടെന്റ് വളഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ കള്ളനാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ട് ആ പെണ്ണ് പ്രസവിച്ച കുഞ്ഞുമായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് സത്യം പറയടാ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഏറ് കൊടുത്ത ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനുമുള്ള ഒരു അവസരം നിങ്ങൾ തരിക, എന്നിട്ട് നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലുക. എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ കരമുയർത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ, ഇന്നുവരെ നിനക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തമ്പുരാനെ. എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ കണ്ടിട്ടില്ല, എന്റെ കാതുകൊണ്ട് ഞാനൊരു ഹറാമ കേട്ടിട്ടില്ല, എന്റെ കയ്യോ കാലോ കൊണ്ട് ഒരാളെ പോലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പരീക്ഷണം എനിക്ക് നീ തന്നിറന്നറിയില്ല. അതുകൊണ്ട് ചോരയുടെ മണം മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞിനോട് നിന്റെ പിതാവ് ഞാനാണോ എന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഇബാദത്തിനെ പരിഗണിച്ച്, ഞാൻ ഇത്രയും കാലം ചെയ്ത സൽക്കർമ്മങ്ങളെ പരിഗണിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് നീ ഒന്ന് സംസാരിപ്പിക്കണേ അല്ലാ എന്ന് ആ മഹാനായ വലിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളുകയാണ്. എല്ലാവരും കളിയാക്കി ചിരിച്ചു പുച്ഛിച്ചു തള്ളുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യന് ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുക? എല്ലാവരും കളിയാക്കി. പക്ഷേ സോലിഹായ ആബിദായ മനുഷ്യൻ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ പിതാവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയുന്നു, നിങ്ങൾ എന്റെ പിതാവല്ല. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. എന്റെ പിതാവ് ഈ മലമുകളിൽ താമസിക്കുന്ന ആട്ടിടയനാണ്. നിങ്ങൾ എന്റെ പിതാവല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി, എല്ലാവരും അതിശയത്തോടുകൂടി നോക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞത്? ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മത്തിലൂടെ അർഹമറഹീമായ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ പൊരുത്തം നേടിയ, ഏറ്റവും വലിയ തൃപ്തി നേടിയ ഈ മഹാനായ മനുഷ്യൻ ഒരു ചെറിയ ആളല്ല. അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടുന്ന ഒരു വലിയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഞങ്ങൾ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും കൂടി വന്നിട്ട് പൊരുത്തം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള മഹാനായ വലിയ ആ പെണ്ണിനെ ജനങ്ങൾ കുറ്റപ്പെടുത്തി ആട്ടിയോടിച്ചു. ഇത്രയും വലിയ ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതെന്ന് ചിന്തിച്ച് എല്ലാവരും മനസ്താപത്തോടുകൂടി പിരിഞ്ഞുപോയി. പക്ഷേ ഈ പ്രിയപ്പെട്ട സോലിഹായ ആരിഫായ മനുഷ്യന് ഉറക്കം വന്നില്ല. അന്ന് രാവും പകലും ആ പ്രിയപ്പെട്ട സഹോദരൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അല്ലാഹുവേ, പടച്ചവനെ, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അറിയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പരീക്ഷിച്ചതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരന് മനസ്സിലായില്ല. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അർഹമറഹീമായ പടച്ചവനെ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതല്ലാ? ഒരു തെറ്റ് പോലും ചെയ്യാതെ, ഒരു പാപക്കറകൾ പോലും വിരളാതെ പരിശുദ്ധമായ ജീവിതവും നയിച്ചുകൊണ്ട് കടന്നു വരുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാണ് അല്ലാ? ആ
പ്രിയപ്പെട്ട സഹോദരന്റെ ചിന്തയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് അല്ലാഹു അറിയിച്ചു കൊടുത്തരെന്തെന്നറിയോ? എത്രയോ നാളുകൾക്ക് മുമ്പ് താൻ നമസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പുറകിൽ നിന്ന് വിളിച്ചല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചപ്പോ ആ ഉമ്മാക്ക് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ഉമ്മയുടെ പ്രിയപ്പെട്ട മനസ്സൊന്ന് വേദനിച്ചല്ലോ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോ ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനസ്സിന്റെ സങ്കടത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ നൊമ്പരത്തിന് പകരമായി, ആ പ്രിയപ്പെട്ട മാതാവിന്റെ മനോമുഖരത്തിൽ വന്നു വീണ കനൽക്കെട്ടകൾക്ക് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സോലിഹാര മനുഷ്യന് കൊടുത്ത ഒരു പരീക്ഷണമാണ് നിങ്ങൾ കണ്ടതെന്ന് ആ സൂഫിയാര മനുഷ്യന് ബോധ്യമായപ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്ത് ആരിഫായാലും ആബിദായാലും ആലിമായാലും എത്ര പ്രാവശ്യം ഹജ്ജിന് പോയവനാണെങ്കിലും എത്ര പാവപ്പെട്ട യതീമീങ്ങളെ കല്യാണം നടത്തിയവനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ, മാതാപിതാക്കളുടെ മനസ്സിന്റെ അകത്ത് സങ്കടത്തിന്റെ കനൽക്കട്ട കോരികെട്ട് കൊടുത്താൽ, ഒരു മാതാവിനെ കരയിപ്പിച്ചാൽ, ഒരു പിതാവിനെ സങ്കടപ്പെടുത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഏറ്റവും വലിയ പരീക്ഷണം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കൊടുക്കുമെന്ന് ഈ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. എന്റെ കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് സ്വർഗത്തിന്റെ 2 കവാടങ്ങളുണ്ട്. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര സൽക്കർമ്മം നടത്തിയാലും, എന്തുമാത്രം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാലും, എത്രയോ ആയിരക്കണക്കിന് നാണയത്തുട്ടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു പോയാൽ, 100 കണക്കിന് പള്ളികൾ നിങ്ങൾ വെച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന